വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് പറഞ്ഞൊരു നാട്ടിൽ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടനമാക്കിയത് അല്ലെങ്കിൽ ആ രീതിയിൽ ആത്മീയ തലത്തിൽ നമ്മളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാം കണ്ടതാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഭ്രാന്താലയമായി മാറിയിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ ഈ മാധ്യമങ്ങളെടുത്ത ശക്തമായ നിലപാടുകളും അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിൻ്റെയും ഭാഗമായിട്ട് ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു. ഇന്ന് കോടതി സൂപ്പർ സ്റ്റാറായി. കോടതി കൃത്യമായിട്ട് ഇപ്പോൾ ജയശ്രീയുടെ വരെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇപ്പോൾ റദ്ദ് ചെയ്ത് മീൻസ് തള്ളിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ ഈ പറയുന്ന പോറ്റിയോ ഇവരാരുമല്ല. ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ്. തന്ത്രി അറിയാതെ ഒരു പൂ പോലും അകത്തേക്ക് പോവില്ല, പുറത്തേക്ക് ഇറങ്ങില്ല. ഈ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം സംഘികളാണ്. ഈ തന്ത്രിയെ തൊട്ടാൽ സംഘിക്ക് പൊള്ളും. അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ പിണറായിയുടെ മേക്കിട്ടാണ് പൊതുവെ കയറിക്കൊണ്ടിരിക്കുന്നത്. അത് ആർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. എന്തിനാണ് വെറുതെ ഒരാളെ, അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് ക്രൂശിക്കാം. പിണറായി ചെയ്തൊരു വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരെ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ മനസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ വാസവൻ എന്ന് പറയുന്ന ആൾ. വാസവൻ്റെ തലയുടെ വിഗ് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ രോമം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് സാധനമാണ് ഇവർ. അപ്പോൾ ഈ വാസവനെ ഉടൻ തന്നെ ഇപ്പം രാജിവെക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അത് പിണറായിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഇടതുപക്ഷ സർക്കാർ നിഷ്പക്ഷമായിട്ട് ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിയെ പോലും വിടില്ല എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? രാജീവ് കണ്ഠരുടെ ഒരു വർഷത്തെ ദക്ഷിണ പോലും 50 കോടിക്ക് മുകളിലാണ്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ അഷ്ടിക്ക് വകയില്ലാത്ത ബ്രാഹ്മണന്മാരിവിടെയുണ്ട്. അവർക്കൊരു 100 രൂപ ഇയാളെടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു മാഫിയ, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണെങ്കിൽ, ഇന്ന് ശബരിമലയുടെ അയ്യപ്പൻ്റെ അപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്ത്രിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യണം. സ്പെഷ്യൽ ദർശനം അയ്യപ്പനേക്കാളും ഇമ്പോർട്ടൻസ് ആണ് തന്ത്രിക്ക് അവിടെ കിട്ടുന്നത്. അവിടെ ചാക്കി കെട്ടിയാണ് പൈസ താഴോട്ട് കൊണ്ടുപോകുന്നത്. ഈ പോലീസ് ഇവിടെ റോഡിലിരിക്കുന്ന സാധാരണ ആൾക്കാർ ബൈക്കിൽ പോകുമ്പോൾ പോലീസ് നിർത്തി പെറ്റിയടിക്കുന്നു. ഓവർ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു 10 കിലോമീറ്റർ കൂടിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി പോലീസ് പെറ്റിയടിക്കുക. എന്നെയും കൂടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ 1500 രൂപ ഞാനും അടച്ചു ഈ വയനാട് വെച്ച്. അപ്പോൾ അങ്ങനെ പിടിക്കുന്ന പോലീസ് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പോലീസിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ചാക്കിൽ പണം കെട്ടിക്കൊണ്ടുവരുന്നത്. അതുപോലെ ഇപ്പം തന്നെ ഇഡിയുടെ സാധാരണക്കാരെയൊക്കെ ഇടിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ തൊടാത്തെന്താ? അവിടെയാണ് ഈ ഇവിടുത്തെ കപട സംഘികളുടെ കളിയെന്ന് പറയുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വയം സേവകർ ഇതിനെ അനുവദിക്കില്ല. യഥാർത്ഥ സ്വയം സേവകർ ആദ്യമേ ഇതിനെ എതിർത്തതാണ്. പക്ഷെ അവരെയും മാറ്റിയിട്ട് ഇപ്പം സംഘികളാണല്ലോ ഇവിടെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ പൊഴുത്തേ ചാകുകയുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചത് എങ്ങനെയെന്ന് ഒരു ഞെല്ലി പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടിരുത്തി എന്തൊക്കെ പറയിപ്പിച്ചു ഇവിടെ. ഇത് പറയിപ്പിച്ച ആരാണ്? ഇതിന് കാരണം എന്താണ്? അപ്പോൾ പിണറായി പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുത്ത് ശബരിമലയിലെ ഈ ദുരാചാരങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ 3 പൂജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 പൂജ ചെയ്യുന്നുണ്ട് ഇവര്. അവിടുത്തെ അഴിമതികൾ ഒന്നൊന്നായിട്ട് പോകണം. എന്നാൽ യഥാർത്ഥ ഈ പറയുന്ന ശബരിമലയിൽ ഇന്ന് കാണുന്ന കൊള്ളയെക്കാട്ട് മുമ്പ് വന്ന കൊള്ള എവിടെയാ? നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്താ നടന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം എല്ലാവരും ശബരിമലയുടെ പിറകിലാണ് ചിന്തിക്കുന്നത്, ഓടുന്നത്. ഈ വിനോദ് റോയിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വിനോദ് റോയ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ സുബ്രഹ്മണ്യം, അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അദ്ദേഹം സുപ്രീം കോടതിയുടെ ഇതിൽ കൊടുത്ത റിപ്പോർട്ട് നമ്മൾ വായിക്കണം. 186 കോടി രൂപയ്ക്ക് മേളിലുള്ള മോഷണം അവിടെ നടന്നിട്ടുണ്ട്. ഹനുമാനസ്വാമിയുടെ കഴുത്തി കിടന്ന വെള്ളി മാല പോയി, മിസ്സായി. തിരിച്ചു വന്നത് വേറെ, സ്വർണം പോയിട്ട് തിരിച്ചു വരുന്നത് വെള്ളിയായിട്ട് തിരിച്ചു വരുന്നു. അതുപോലെ മറ്റേ ഈ കിളിക്കിണ്ണം, അതുപോലുള്ള തന്നെ ഓരോ സാധനങ്ങൾ അവിടുന്ന് മിസ്സായതിനൊന്നും കണക്കില്ല. ബി നിലവറയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് ഇപ്പൊ കിട്ടിയ വരും. പൂച്ച, അതിനെ തൊടാൻ ആരും സമ്മതിക്കില്ല. 100 ഏക്കർ ഉണ്ടായിരുന്ന ഭഗവാന്റെ സ്ഥലം ഇന്ന് വെറും 7.5 ഏക്കറിലേക്ക് ചുരുങ്ങി. ആരാ ഇത് കൊള്ളയടിച്ചത്? അങ്ങനെ കിടന്നതാണിത്. ഇത് കംപ്ലീറ്റ് കിടന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പത്മനാഭന്റെ നാടായിട്ട് കിടന്നത് ഇന്ന് 7.5 ഏക്കറിലേക്ക് ചുരുങ്ങി കിടക്കുന്നു.
ദേവസ്വം, അത് ഞാനിപ്പോൾ അങ്ങോട്ട് ഹിസ്റ്ററിയിലേക്ക് വരുന്നതല്ല, ഞാൻ അതിൻ്റെ ചരിത്രം പറയാണ്. 32,000 ഏക്കറിൽ കിടന്നത് വെറും 7.5 ഏക്കറിലേക്ക് ചുരുങ്ങിപ്പോയി. എന്നാൽ അതിനകത്ത് കിടക്കുന്നത് ഭഗവാന്റെ ദേഹത്ത് കംപ്ലീറ്റ് പൊട്ടലാണ്. അതിനകത്ത് പാറ്റയും എലിയും കയറിയിരിക്കുന്നുണ്ട്. ബബ്ലു ശങ്കറിനെ പോലുള്ള ആൾക്കാർ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് നോക്കൂ. ഒന്നും വേണ്ട, നമ്മൾ വേറെ ഒന്നും സംസാരിക്കണ്ട, ഇതിലേക്ക് തന്നെ എടുക്കും. ഇവിടെ നമ്മുടെ രാജഭക്തി എന്ന് പറഞ്ഞ് മുന്നോട്ട് നിന്ന് ഇവിടുത്തെ ഞാനിവിടെ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. നായാട്ട് നടത്തുന്നവനാണ് രാജാവ്, അല്ലാതെ നാരങ്ങവെള്ളം പിഴിയുന്നവനല്ല. ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്താണിത്. ജനങ്ങളുടെ സ്വത്തിനെ പറ്റി ജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഞാൻ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്ക് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം ചോദിക്കാനാണ്. വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കരുത്. നിങ്ങളൊക്കെ ഇത്രയും പോയോ പുള്ളി? നിങ്ങളൊക്കെ ഇത്തിരി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും തട്ടിക്കുമായിരുന്നോ? ഇന്ത്യയുടെ 4 തൂണുകളിൽ ഒന്നാണ് മാധ്യമം എന്ന് പറയുന്നത്. മാധ്യമ പ്രവർത്തകരുടെ മിടുക്കൊണ്ടാണ് ഇപ്പൊ ഇത്രയെങ്കിലും കേസുകൾ, ശബരിമലയുടെ കേസും ബാക്കിയുള്ളതും പുറത്തു വരുന്നത്. വേറെ ആരാ പുറത്തു പറയാൻ തയ്യാറാവുന്നത്? ഒന്നുകിൽ ഒരു ഗുണ്ടായുസം കാണിക്കും, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇവരെ ഒതുക്കാൻ ശ്രമിക്കും. ഇന്ന് ഈശ്വരന്റെ പേര് പറഞ്ഞ് ഏറ്റവും വലിയ തെണ്ടിത്തരം നടത്തുന്ന നാടായി മാറിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. എന്തൊക്കെ അനാചാരങ്ങളും ദുരാചാരങ്ങളും! ഇതാണോ ശ്രീനാരായണ ഗുരുദേവനോട് പഠിപ്പിച്ചത്? മതത്തെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോവാണ് കേരളത്തിൽ. മതത്തെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോകേണ്ട നാടല്ല ഇത്. BJP കാണിക്കുന്നതിന് ഞാൻ BJPയുടെ ഐഡിയോളജിക്ക് എതിരല്ല. കാരണം ഹിന്ദു മഹാസഭയിൽ നിന്നാണ് BJP ഉണ്ടായത്. ജനസംഘം ഉണ്ടാവുന്നു, അതിൽ നിന്ന് BJPയിലേക്ക് വരുന്നു. ബട്ട് വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ് ഹിയർ? ഇഫ് യു ആസ്ക് സംതിങ്, അവർക്ക് ഒരു ആൻസർ ഇല്ല. ഇവരാണ് ഈ ധർമ്മത്തിന്റെ സംരക്ഷകരെന്ന് പറഞ്ഞു കിടക്കുന്നത്. എന്തുകൊണ്ട് BJP ഒരു അക്ഷരം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല? കരമന ജയനടക്കം അവിടെ ഇരുന്ന് അവർക്ക് വിഴുപ്പ് പണിയല്ലേ ചെയ്യുന്നത്? കരമന ജയൻ പറഞ്ഞ എന്താ, തുറന്നു കഴിഞ്ഞാൽ ഭൂതം വരുമെന്നാ? എന്തിനാ ഇങ്ങനെയൊക്കെ? ഇവിടെ എന്താണ് ഹിന്ദുക്കൾക്ക് ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് തന്ത്രിയുടെ അടുത്ത് ചോദിക്കൂ, 18 പടി ചവിട്ടി തത്വമസിയിൽ അറിയാൻ പോകുന്ന 18 പടി, ആ 18 പടിയുടെ ആത്മീയ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒന്ന് ചോദിക്കൂ. തന്ത്രിയെ ഉടനെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടത്. തന്ത്രിയെ ഉടനെ അറസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുക്കും. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വലിയവനാണെങ്കിലും FIR ഇടേണ്ടി വരും. അവൻ കോടതിയിൽ പോലീസിന്റെ മുന്നിൽ എത്തേണ്ടിയും വരും. ഇവിടെ കോടതി എന്ന് പറയുന്ന ഒരു മഹാശക്തി നമ്മുടെ മുന്നിലുണ്ട്. ആരെന്തുടായ്പ കാണിച്ചാലും കോടതി ധർമ്മത്തിന്റെ കൂടെ നിൽക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പോലും.